ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? നേഴ്സ് എന്നല്ലേ? എന്ന കാലം മാറി. ഇന്ന് ഡോക്ടറിനും നേഴ്സിനും ഇടയിൽ പുതിയൊരു പോസ്റ്റിംഗ് കൂടിയും വന്നിരിക്കുകയാണ്. അതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കോഴ്സാണല്ലോ ഇത്. അതുപോലെ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്ന ഒരു കോഴ്സും കൂടിയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ +2 സയൻസ് കഴിഞ്ഞ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. നോർമലി ഇപ്പൊ നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇപ്പോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റിന് പോവാ എന്നുള്ള ഒരു കാര്യം. റിപ്പീറ്റിനും പോയി സെക്കൻഡ് അറ്റംപ്റ്റിലും നീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ നെക്സ്റ്റ് നോക്കുന്ന ഒരു ഇതാണ് പാരാമെഡിക്കൽ കോഴ്സസ്, അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ റിലേറ്റഡ് തന്നെ ആയിട്ടുള്ള കോഴ്സസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് നമ്മുടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നമുക്ക് 3+1 ഇയർ ആണ് നമ്മുടെ കോഴ്സിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. അതായത് 3 വർഷത്തെ അക്കാദമിക്സും +1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി എന്നുള്ളൊരു കാര്യം. അതായത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്ട്സും പഠിച്ചിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിനെ നമുക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കോഴ്സിന് എന്തെങ്കിലും എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ എൻട്രൻസ് എക്സാംസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഒന്നില്ലെങ്കിൽ കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇത്തരം കോഴ്സുകൾക്ക്. അപ്പോ നമുക്കിപ്പോ എല്ലാവരും കോമൺലി എഴുതുന്ന രീതിക്കുള്ള, അതായത് ഇപ്പോ ലൈക്ക് നമ്മുടെ നീറ്റ്, JEE പോലെയുള്ള എക്സാംസ് ഒന്നും കറന്റ്ലി ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് വരുന്നില്ല. നമ്മുടെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും നമുക്ക് അഡ്മിഷൻസ് പോകുന്നത്. പക്ഷെ ചില ചുരുക്കം കോളേജസിൽ മാത്രം നമുക്കിപ്പോ അവര് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ചില എക്സാംസ് ഉണ്ട്. അതിന്റെ ബേസിൽ അഡ്മിഷൻസ് നടക്കുന്ന അപൂർവം ചില കോളേജസ് നമുക്ക് വരുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് കോളേജസിലൊക്കെ നമ്മുടെ +2 ബേസിൽ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനും നേഴ്സിനും ഇടയിലാണ് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ജോബ് റോള് വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അത് ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോ പേഷ്യന്റിന്റെ ഇപ്പോ ലബോറട്ടറി ടെസ്റ്റുകൾക്ക് ഓർഡർ കൊടുക്കുക, അതുപോലെ തന്നെ ചില ക്ലിനിക്കൽ എക്സാമിനേഷൻസിനെല്ലാം പെർഫോം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ റോള് വരുന്നത്. ഇനിയിപ്പോ കുറെ പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡോക്ടർ ആവോ, അല്ലെങ്കിൽ ഇനി ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരു കുറച്ചധികം ഇയർ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡോക്ടറിന് തുല്യമായി എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള ധാരണകൾ മാത്രമാണ്. നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് റോളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരിക്കലും നമ്മളൊരു ഡോക്ടറായി മാറുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ഒന്ന് നോക്കിയാലോ. അതായത് ഇപ്പൊ നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, തെറാപ്യൂട്ടിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഡിസിൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ബേസിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഇയർ വൈസ് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അനാട്ടമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, മൈക്രോ ബയോളജിയുടെ ബേസിക്സ് തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂടി ക്ലിനിക്കൽസ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അതായത് ഇപ്പോ മൈക്രോ ബയോളജി, അതുപോലെ തന്നെ ക്ലിനിക്കൽ മൈക്രോബയോളജി, ഫാർമക്കോളജി, പാത്തോളജി, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സർജറി ആൻഡ് ഇൻട്രൊഡക്ഷൻ, അനസ്തേഷ്യയുടെ ബേസിക്സ് തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ സെക്കൻഡ് ഇയറിലും പഠിക്കുന്നുണ്ട്. നമുക്കിനി തേർഡ് ഇയറിലേക്ക് നോക്കുന്ന സമയത്ത് ന്യൂറോളജി, നെഫ്രോളജി, അതുപോലെ തന്നെ കാർഡിയോളജി, റേഡിയോളജിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെർമറ്റോളജി, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ പേഷ്യന്റ് അസസ്മെന്റ് ആൻഡ് മോണിറ്ററിങ്, ഇത്രയും ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ തേർഡ് ഇയറിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. ഫോർത്ത് ഇയറിൽ നമുക്ക് ഫുള്ളി ഇന്റേൺഷിപ്പും ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹയർ സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സിന്റെ MSc ലെവലും
അവൈലബിൾ ആണ്. അതായത് MSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സും അവൈലബിൾ ആണ്. ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നതായ ഒരു കോഴ്സ് തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.